2009 നിമിഷപ്രിയ നഴ്സായി യമനിലെത്തുന്നത്. 2012 കൊല്ലക്കോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശിനിയായ ഡോമിയെ വിവാഹം കഴിച്ചു. യമനിൽ തിരിച്ചെത്തിയ നിമിഷപ്രിയ ക്ലിനിക്കൽ ഡോമി സ്വകാര്യ സ്ഥാപനത്തിലും ജോലി നേടി. ഇതിനിടയിലാണ് യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയെ പരിചയപ്പെടുന്നത്. പിന്നാലെ തലാലിനൊപ്പം ചേർന്ന് പങ്കാളിത്ത വ്യവസ്ഥയിൽ അവിടെ ക്ലിനിക്ക് തുടങ്ങുവാനും പദ്ധതിയിട്ടു. ഇതിനിടെ യമനിൽ വെച്ച് അവൾക്കൊരു മകളുണ്ട്. 2014 നിമിഷപ്രിയയും ഡോമിയും നാട്ടിലേക്ക് തിരിച്ചു. തലാൽ അബ്ദുൽ മഹദിയും ഇവർക്കൊപ്പമുണ്ടായിരുന്നു. ചടങ്ങ് കഴിഞ്ഞ് നിമിഷയും തലാലും യമനിലേക്ക് മടങ്ങി. ഡോമിയും മകളും ഇവർക്കൊപ്പം പോയിരുന്നില്ല. 2015 സെന്നാലിൽ തലാലിന്റെ സ്പോൺസർഷിപ്പിൽ നിമിഷ ക്ലിനിക്ക് ആരംഭിച്ചു. നിമിഷപ്രിയ തലാലിന്റെ ഇത് ക്ലിനിക്കിന് ലൈസൻസ് എടുക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ താൽക്കാലിക രേഖയാണെന്ന് മാത്രമാണ് നിമിഷപ്രിയ പറയുന്നത്. പിന്നീട് ക്ലിനിക്ക് നല്ല രീതിയിൽ നടന്നു പോകുന്നതിനിടെ ലാഭം പങ്കുവെക്കുന്നതിനെ സംബന്ധിച്ച് ഉടലെടുത്ത തർക്കത്തിലാണ് ഇരുവരും തമ്മിൽ അകൽച്ചയുണ്ടാകാൻ കാരണമെന്നാണ് റിപ്പോർട്ട്. യമൻ പൗരൻ തലാൽ കേരളത്തിലെത്തിയപ്പോൾ ഭാര്യയും കുഞ്ഞുമുള്ള തലാൽ എന്നെ ഉപദ്രവിക്കുന്നു എന്നും ലഹരിമരുന്നിന് അടിമയായ അയാൾ കൂട്ടുകാർക്ക് വഴങ്ങണമെന്ന് നിർബന്ധിക്കുകയാണ് എന്നും നിമിഷപ്രിയ പറയുന്നു. തലാൽ തന്റെ പാസ്പോർട്ട് പിടിച്ചു വെച്ച് നാട്ടിലേക്ക് പോവാൻ അനുവദിക്കാതെ പീഡിപ്പിക്കുകയും ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്തു. തന്റെ ലക്ഷക്കണക്കിന് രൂപ തലാൽ തട്ടിയെന്ന് നിമിഷപ്രിയ പറയുന്നു. സഹപ്രവർത്തകയായിരുന്ന ഹനാനി എന്ന യമനി യുവതിയും തലാലിന്റെ മർദ്ദനത്തിന് നിരന്തരം ഇരയായിരുന്നു. ജീവിക്കാൻ അനുവദിക്കാത്ത ഘട്ടം വരികയും ജീവൻ അപകടത്തിലാകുമെന്ന് തോന്നുകയും ചെയ്യുന്നതോടെ ഒരു ദിവസം തലാലിന് അമിത ഡോസിൽ മരുന്ന് കുത്തിവെച്ചു. ബോധം പോയതോടെ പാസ്പോർട്ട് കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിയിലാവുകയായിരുന്നു എന്നാണ് നിമിഷപ്രിയ കോടതിയോട് പറഞ്ഞത്. എന്നാൽ തലാലിന്റെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലെ ജല സംഭരണിയിൽ 100ഓളം ജല കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കിയ നിലയിലാണ് കണ്ടെത്താനായത്. നിമിഷപ്രിയക്ക് വിനയായത്. കുറ്റപത്രത്തിൽ എന്നെ നിർബന്ധിച്ച് ഒപ്പിടിപ്പിച്ചു. കൊലപാതക കുറ്റം മാത്രമായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ജീവപര്യന്തത്തിൽ ഒതുങ്ങുമായിരുന്നു കേസ്. മൃതദേഹം കഷ്ണങ്ങളാക്കിയ കുറ്റം കൂടി ചാർത്തിയതോടെ കൂടുതൽ കഠിനമായി മാറുകയായിരുന്നു. വധശിക്ഷ വിധിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. എന്നാൽ മയക്കുമരുന്ന് കുത്തിവെച്ചതിന് ശേഷം സംഭവിച്ചതിനെ കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നായിരുന്നു നിമിഷപ്രിയ പറയുന്നത്. ഇക്കാര്യം കോടതിയിലും അവർ പറഞ്ഞിരുന്നു. അറബിയിൽ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ തന്നെ നിർബന്ധിച്ച് ഒപ്പിടിപ്പിക്കുകയായിരുന്നു. കോടതിയിൽ ഭാഷയുടെ സേവനം പോലും നിഷേധിക്കപ്പെട്ടു എന്നും നിമിഷപ്രിയക്ക് പരാതിയുണ്ട്. സംഭവത്തിന് കൂട്ടുനിന്ന ഹനാന് ജീവപര്യന്തവും തനിക്ക് വധശിക്ഷയും വിധിച്ചത് ന്യായമില്ലെന്നും മരിക്കണമെന്ന ഉദ്ദേശത്തോടെയല്ല മരുന്ന് കുത്തിവെച്ചതെന്നും നിമിഷപ്രിയ പറയുന്നു. എന്നാൽ നിമിഷപ്രിയയുടെ ഈ വാദങ്ങളൊന്നും അംഗീകരിക്കപ്പെട്ടില്ല. വിചാരണയ്ക്ക് ശേഷം 2018 യമൻ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചു. അപ്പീൽ പോയെങ്കിലും 2020 യമനിലെ അപ്പീൽ കോടതിയും വധശിക്ഷ ശരിവെച്ചു. തലാൽ തന്നെ ശാരീരികമായി പീഡിപ്പിച്ചു എന്നും സ്വയം രക്ഷയുടെ ഭാഗമായാണ് കൊലപ്പെടുത്തിയതെന്നും കോടതിയെ അറിയിച്ചെങ്കിലും ഹർജി കോടതി തള്ളുകയായിരുന്നു. ശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിവേദനം നൽകിയിരുന്നു. എങ്കിലും അത് പരിഗണിക്കപ്പെട്ടില്ല. നിമിഷപ്രിയയുടെ ഭർത്താവ് നിമിഷപ്രിയക്കെതിരായ കുറ്റം കെട്ടിച്ചമച്ചതാണെന്ന് കുടുംബം പറയുന്നു.